പിണറായി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയാണോ എങ്കിൽ ഞങ്ങൾ അതിനെ എതിർത്തിരിക്കും. അതാണ് പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിന്റെ പോളിസി. എന്നാൽ സംസ്ഥാന സർക്കാരിന് എല്ലാ അർത്ഥത്തിലും ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കമാ എന്ന് മിണ്ടില്ല. കേരളം നടപ്പിലാക്കുന്ന അഭിമാന പദ്ധതികൾക്കെതിരെയെല്ലാം എന്തൊക്കെ കുത്തിത്തിരിപ്പ് നടത്താൻ പറ്റുമോ അതെല്ലാം പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും നടത്തും. ഇപ്പോഴിതാ ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു പ്രഹരം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിന് കിട്ടിയിരിക്കുന്നു. കേരളത്തിലെ ദരിദ്രർക്കും സാധാരണക്കാർക്കും യഥാക്രമം സൗജന്യമായും കുറഞ്ഞ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ കെ-ഫോൺ പദ്ധതിക്കെതിരെ കോടതിയെ സമീപിച്ച സതീഷിന് കോടതിയുടെ ഒരു ആട്ട് കിട്ടിയിരിക്കുന്നു. കെ-ഫോൺ പദ്ധതിയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണമെന്നുമായിരുന്നു സതീഷിന്റെ ആവശ്യം. പൊതു താല്പര്യമെന്ന് സ്വയം പേരിട്ട് നൽകിയ ഹർജിയിലെ പൊതു താല്പര്യം എന്താണെന്നാണ് കോടതി സതീഷിനോട് ചോദിച്ചത്. മാത്രമല്ല, ഇതിൽ പൊതു താല്പര്യമാണോ അതോ പ്രതിപക്ഷ നേതാവിന്റെ പബ്ലിസിറ്റി താല്പര്യമാണോ എന്നും പരിശോധിക്കണമെന്നും കോടതി പറഞ്ഞു. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളും അതുമൂലം അപകട മരണങ്ങളും ഗണ്യമായി കുറക്കാനായ, അതേസമയം മറ്റു നിരവധി സംസ്ഥാനങ്ങൾ മാതൃകയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ AI ക്യാമറയുമായി ബന്ധപ്പെട്ടും ഇതേപോലെ കുത്തിത്തിരിപ്പിനും വിവാദത്തിനും പ്രതിപക്ഷം ശ്രമിച്ചു. കേരളിന്റെ കാര്യത്തിൽ മറിച്ചായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്ത് വില കൊടുത്തും കേരളിനെ ഞങ്ങൾ എതിർക്കും എന്നാണ് സതീശൻ പറഞ്ഞത്. വേഗത്തിൽ യാത്ര ചെയ്യാൻ ആർക്കാത്ര തിരക്ക് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഏത് പദ്ധതിയെയും എതിർക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന പോളിസിയുമായി നടക്കുന്ന സതീഷിന് ഇപ്പോഴിതാ വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ്. കെ-ഫോൺ ഹർജി പ്രതിപക്ഷ നേതാവിന് പബ്ലിസിറ്റി താല്പര്യമാണോ എന്ന് ഹൈക്കോടതി. കൊച്ചി. കെ-ഫോൺ കരാറിനെതിരായ പ്രതിപക്ഷ നേതാവിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചില്ല. സംസ്ഥാന സർക്കാർ അടക്കം എതിർകക്ഷികൾക്ക് നോട്ടീസ് ഇല്ല. CIG റിപ്പോർട്ട് ലഭിച്ച ശേഷം തെളിവ് ഹാജരാക്കാമെന്ന് ഹർജിക്കാരൻ. എന്നാൽ പിന്നെ അത് ലഭിച്ചിട്ട് വന്നാൽ പോരെ എന്ന് കോടതി. 2019 തീരുമാനത്തെ 2024 ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ പൊതു താല്പര്യം എന്തെന്നും കോടതി ചോദിച്ചു. പൊതു താല്പര്യമാണോ പബ്ലിസിറ്റി താല്പര്യമാണോ എന്ന് പരിശോധിക്കണം. ഹർജിയിൽ സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. 3 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.